13-ാം തീയതി ആണല്ലോ വിഷു. 14-ാം തീയതി. 14-ാം തീയതി ആണല്ലോ വിഷു. അപ്പൊ 13-ാം തീയതി രാത്രിയാണോ അതോ 14-ാം തീയതി രാത്രിയാണോ കണി വെക്കേണ്ടത്? അമ്മേ. ഹലോ ഹലോ ഹലോ. 13-ാം തീയതി രാത്രിയിലാണ് കണി വെക്കേണ്ടത്. 13-ാം തീയതി രാത്രി കണി വെക്കണം. 14-ാം തീയതി രാവിലെ വെളുപ്പിനെ എണീക്കണം. 14-ാം തീയതി. അപ്പം പിന്നെ 13-ാം തീയതി രാത്രി അല്ല 14-ാം തീയതി അല്ലേ വിഷു? 14-ാം തീയതി രാവിലെ വെളുപ്പിനെ എണീക്കണം. 14-ാം തീയതി അപ്പൊ എങ്ങനെ വെളുപ്പിനെ കണി കാണുന്നത്? 14-ാം തീയതി രാത്രി കണി വെച്ച അല്ല, ഞാൻ എങ്ങനെയെങ്കിലും വെച്ചോളാം. ഇവിടെ ഒരു കുരുത്തം കെട്ടവാ. പഠിക്കേണ്ട സമയത്ത് പഠിക്കണമായിരുന്നു. അമ്മേ ശരി അമ്മേ, വിഷുവിന് കാണാം, കഴിഞ്ഞിട്ട് കാണാം. മണ്ടങ്കണാപ്പി എന്തുവാ 13-ാം തീയതി രാത്രി 14-ാം തീയതി വെളുപ്പിനെ. അപ്പൊ 13-ാം തീയതി 12 മണിക്ക് നമ്മൾ വെക്കുന്നു, 14-ാം തീയതി രാവിലെ കാണുന്നു. നിനക്കറിയാവോ കണി വെക്കാൻ? ഇല്ല. ഇല്ല, എനിക്കും അറിയത്തില്ല. അല്ലെ എവിടെ കണി വെക്കുന്ന കാര്യം പറയണേ? എടാ നമ്മൾ ഇവിടെ തന്നെ വെക്കുന്നു. ഇവിടെ? അതിന് ക്ലാരായിട്ട് സമ്മതിക്കും ഇവിടെ കണി വെക്കാൻ. ഇവിടെ ഇപ്പൊ എല്ലാവരും ചോദിച്ചിട്ട് സമ്മതമൊക്കെ മേടിച്ചിട്ട് നമുക്ക് കണി വെക്കാൻ പറ്റും. നീ ഒരു കാര്യം ചെയ്യും, നീ ക്ലാരാന്റിയോട് പോയി സംസാരിക്കും, പെട്ടെന്ന് ഡീൽ ആയിക്കോളും. ഇവരുള്ളവരാകുമ്പോ. അതെ അതെ, പിന്നെ ഞാൻ അവളോട് പോയി സംസാരിക്കാം. അവൾ എന്റെ വാക്ക് പറയില്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രഥമ ദൃഷ്ട്യാ നിങ്ങള് അകൽച്ചയിലാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് എനിക്കറിയാം. അറിയാല്ലേ? ആരോടും പറയണ്ടേട്ടാ. ഞാൻ ആരോട് പറയാൻ? എന്നാ പോയി ചോദിച്ചാലോ? ഇപ്പഴാ? പിന്നെ അല്ലാണ്ട് നാളെയാണ് സംഭവം. ഇന്ന് രാത്രി വെക്കണം. പിന്നല്ലേ ഇന്ന് 13-അല്ലേ? 14-ആണ്. ഇന്ന് 13. ഇന്ന് രാത്രി വെക്കണം. ചോദിക്കാം. ഡേറ്റ് ആകെ പാട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കണിയിൽ എന്തൊക്കെയാ വെക്കുന്നേ? എന്ത് പെട്ടെന്നാ ഈ കാലം അങ്ങ് വേഗം വേഗമാ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ വിഷു മെയ്യിലായിരുന്നു, ഈ വർഷം പെട്ടെന്നായി. എന്നാ കളിയാണോ എന്തോ. ജീവമോനെ എന്നാടാ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നേ. അല്ല, നമ്മുടെ വിഷു ഒക്കെ ആണല്ലോ. അപ്പൊ ഈ വിഷുവിന് ഇവിടെ കണി വെക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അയ്യോ, അതിനെന്നാ കുഴപ്പം? നിങ്ങൾ ചെറുപ്പകാലം പോലെ ചെയ്ത് ശീലിച്ച ആചാരങ്ങളല്ലേ. ചെറുപ്പം പോലെ കണി കാണുന്ന അതങ്ങ് ചെയ്യണം. അതിനിപ്പോ എന്നാ ചോദിക്കുന്നേ? അല്ല, നമ്മുടെ അച്ചായൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ? അതിയാൻ എന്നാ പ്രശ്നം ഉണ്ടാക്കാനാ? ഇനി അതിയാൻ എന്നെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും ഈ ക്ലാരാൻറ്റി ഏറ്റു. അതിയാനൊന്നും പറയത്തില്ലെന്നേ. ക്ലാരാൻറ്റിയുടെ വാക്കാ അവസാനത്തെ വാക്ക്. നീ ധൈര്യമായിട്ട് ചെയ്തോ. കണി കാണുമ്പോഴത്തേക്ക് നമ്മള് കണിയൊക്കെ വെക്കുമ്പം കുടുംബത്തിന് ഒരു ഐശ്വര്യം വന്ന് കേറും. എന്നാ ഒട്ടും മടിക്കണ്ട, ഇവിടെ ഇത്തവണ വെച്ചേ പറ്റത്തുള്ളൂ. ഈ കുടുംബത്തിന് ഒരു ഐശ്വര്യമൊക്കെ വരുന്നത് നല്ലതല്ലേ? അതെ അതെ അതെ. എന്താടാ, ഞാൻ അടിച്ചു വരുന്ന ഒളിഞ്ഞു നോക്കാൻ വന്നേണോ? പിന്നെ അടിച്ചു വരുന്നാണല്ലോ ഇവിടെ ഒളിഞ്ഞു നോക്കുന്നത്. ഒളിഞ്ഞു നോക്കാൻ പറ്റിയൊരു സാധനം. എന്നെ സാധനം ഒന്നും വിളിക്കരുത്. സാധനം വിളിച്ചതല്ലെന്നേ. പിന്നെ നാളെ വിഷു ആണല്ലോ. ആണല്ലോ, അതിന് അപ്പോ നമുക്ക് ഒരു കണിയൊക്കെ സെറ്റ് ചെയ്യാന്ന് ഞാൻ ജീവനും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യായിരുന്നു. എന്താ അതിന്റെ അഭിപ്രായം? അല്ല, നിനക്ക് വീടും കൂടിയൊന്നും ഇല്ലേ? വീട്ടില് വിഷു ഒന്നും ആഘോഷിക്കണ്ടേ? ഇതാണല്ലോ ഇപ്പൊ നമ്മുടെ വീട്. നിങ്ങളൊക്കെയാണല്ലോ നമ്മുടെ കുടുംബക്കാര്. ഈ വിഷു ആയിട്ടെങ്കിലും ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു പോകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല അല്ലേ? അവിടുന്ന് അടിച്ചിറക്കിയതാണോ നിന്നെ? അല്ലല്ല, ഇനി ഈ കാര്യത്തിലേക്ക് വാ. നാളെ ഒരു വിഷുക്കണി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടേ. നടക്കില്ല. നടക്കില്ല? നടക്കില്ലോ? ഇല്ല. അല്ല, ഇവിടെ വിഷുക്കണിയൊന്നും വെക്കാൻ പറ്റത്തില്ല. അയ്യോ നിത്യ, അങ്ങനെ പറയല്ലേ. ഞാൻ പറയും. ഞങ്ങള് രാവിലെ വെളുപ്പിന് സാരിയൊക്കെ കൊടുത്ത് വന്നാ ഞങ്ങളെ കണിയൊക്കെ കാണിക്കും. വന്നാ സന്തോഷം. അതിനെന്നാ, ഞങ്ങളൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാന്ന്. എന്നാ നിത്യമോളോടും പറഞ്ഞ് വെളുപ്പിനെ ആന്റി നിത്യമോളും കൂടെ റെഡി ആയിട്ട് നല്ല സാരിയൊക്കെ ഉടുത്ത് വരാം. ഞങ്ങൾക്കും കൂടെ ഒന്ന് കണിയൊക്കെ കാണാമോ. നിങ്ങളുടെ ഈ രസമൊക്കെ ഞമ്മളും കൂടെ ഒന്ന് അറിയട്ടെ. അതെ അതെ അതെ, നിത്യമോളോടും പറയുന്നുണ്ട്. ശരി ശരി, അപ്പൊ രാവിലെ കാണാം. ഓക്കെ. നടക്കില്ലാന്ന് പറഞ്ഞാ നടക്കില്ല. ഒന്ന് പോയേടാ. നിത്യ എന്താണ് ഇങ്ങനെ ഒരുമാതിരി ചൊറി പിള്ളേരെ പോലെ? അല്ല, ചീത്തയാവാതെ മാന്യായിട്ട് സംസാരിക്കണോട്ടാ. ഇതിൽ കൂടുതൽ ഞാൻ മാന്യനായാലുണ്ടല്ലോ. എന്താണ്? അല്ല, വിഷുക്കണി വെക്കണോ അല്ലേ? അതെ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കണി കണ്ട് നമ്മള് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടും അല്ലേ? ഉറപ്പായിട്ടും ഇടും. റീൽ എന്തായാലും ഇടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ. വർക്കിച്ചേട്ടോ, പടക്കൊന്നും മേടിച്ചില്ലേ? വാവണ്ടാണ് പൊട്ടിക്കുന്നത്. കാശില്ലെന്നേ. ഇതാവുമ്പോ
കാശും ചെലവില്ല, ഒറ്റൊന്നും ചീറ്റത്തുമില്ല, എല്ലാം പൊട്ടിക്കോളും. നടക്കട്ടെ നടക്കട്ടെ. ഹാപ്പി വിഷു. എന്നാ ശബ്ദ. അത് സെറ്റ് സെറ്റായ സെറ്റായി. ഓക്കെ ഓക്കെ. കണി കാണാനുള്ള സാധനങ്ങൾ ബാക്കിയൊന്നും സെറ്റാക്കണം. അല്ല നിത്യ പറഞ്ഞു. നിത്യക്കിനോ പറയാൻ പറ്റില്ലല്ലോ, ഞാൻ ചോദിച്ചത്. അങ്ങനെയാണല്ലേ? പിന്നല്ലേ, അങ്ങനെയാണ്. അപ്പോൾ സാധനം മേടിക്കണം. സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഇടണം. ലിസ്റ്റ് ഇടണം. പക്ഷെ മേടിക്കാനുള്ള കാശില്ല. അതെങ്ങനെയെങ്കിലും ഒന്ന്. നിൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവും? കാശില്ലേ? അല്ല നിൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവും? എൻ്റെ ഞാൻ എവിടെ നിന്നിട്ടുണ്ടാക്കാണ്? ഇന്റർവ്യൂ പോയേ ഉള്ളൂ, ജോലിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതിപ്പോൾ ഞാനാണ്ട് ജോലിയുള്ള പോലെ അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, എല്ലാ പ്രാവശ്യം പൈസ നീയാണല്ലോ ഒപ്പിക്കുന്നത്. ഈ പ്രാവശ്യം നീ ഒപ്പിച്ചോ. എന്നെ ആരോടും നിങ്ങളെ മേടിക്കും. ഇട നിനക്കെന്നാ ഈ കൊന്ന പൂ വേണം, അതെങ്കിലും പറിക്കാൻ പറ്റുമോ? കാണിക്കൊന്നല്ലേ? കാണിക്കൊന്ന കാണിക്കൊന്ന ഞാൻ സെറ്റാക്കാം. പൈസ ഇല്ലാത്തതാണ് പ്രശ്നം. പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെന്ത് ചെയ്യാൻ? അടിച്ചു മാറ്റാനോ? അടിച്ച് മാറ്റാന്ന് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഇത് നമ്മളൊരു ഭക്തിപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, സാധനങ്ങളും ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ മാങ്ങ, ചക്ക, ഇതുപോലെ സാധനങ്ങൾ പറമ്പിൽ കയറി മോഷ്ടിക്കാന്നല്ല, നമ്മളെ ഇങ്ങനെ എടുക്കുന്നു. നമുക്ക് നമ്മളിതിപ്പോ തിന്നാണെന്നല്ലോ, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. ആരെങ്കിലും വീട്ടിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കണിയാണ് കെണിയാന്ന് പറഞ്ഞാൽ ഈ സമയത്തെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഇച്ചിരി ഉറങ്ങുന്ന ടൈമാണ്. നമ്മൾ ഇന്നെ വിളിച്ച് അവരെ ശല്യപ്പെടുത്തിയിട്ട് എടാ നിനക്ക് ഈ പണിക്ക് പോക്കൂടാ, നിനക്ക് എന്നെ ടാലന്റ് ആടാ. അതല്ലടാ, പക്ഷെ എന്തൊക്കെ സാധനം അല്ലടാ കാണുന്നത് എന്തൊക്കെയാണോ അതൊക്കെയാണ് അതിൻ്റെ സാധനം വെക്കാം. അല്ലാണ്ട് ഇന്ന ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പോകല്ലോ. അല്ല പക്ഷെ ആപ്പിളും മുന്തിരിയൊക്കെയാണ്. ആപ്പിളും മുന്തിരിയൊക്കെ വെക്കണം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ആപ്പിളും മുന്തിരി ഇവിടെ പറമ്പിൽ കിട്ടുമോ? തപ്പാം അല്ലേ? നമ്മുടെ ചേട്ടാ നമ്മൾ ഈ കായ് കിട്ടുന്ന സാധനങ്ങളൊക്കെ മെയിൻ റോഡ് വിട്ടിട്ട് ഇടവഴികളിലേക്ക് കിടക്കുക, അപ്പൊ ഐറ്റങ്ങൾ കിട്ടും. കൊള്ളാല്ല. ഫസ്റ്റ് കണിക്കുന്നു തന്നെ. അതെ, വീട്ടുകാർ ഉറക്കമായിരിക്കും അല്ലേ? വീട്ടുകാർ ഉറക്കമാണോ ഇല്ലേ എന്നുള്ള വിഷയമില്ലടാ, തൊട്ടടുത്ത് വീടില്ലല്ലോ. അത് പറിക്കാനൊരു ടാസ്കാ. ആണോ? എന്നാ നീ പോയി പറിച്ചിട്ട് വരാം. നിന്നെ കൊണ്ടേ പറ്റൂ. അതിനാടാ പിന്നെ നിനക്ക് ഇങ്ങനത്തെ പലതരം ട്രിക്കുകൾ എന്നാ ഞാൻ പോയി പറിച്ചിട്ട് വരാം. നീ ഇവിടെ വെറുതെ നിൽക്കരുത്, ആരെങ്കിലും ശരി വരാം. അപ്പുറത്തൂടെ കേരള വലിക്ക് കുലിക്കങ്ങട്ട്. കണിക്കൊന്ന് സെറ്റായി. ഇനി കുറെ സാധനങ്ങൾ വേണ്ടേ? അതിന് വേണം. ചക്ക, മാങ്ങ, തേങ്ങ അല്ല, അങ്ങനെ കുറെ സാധനങ്ങൾ വേണം. അത് വേണം. എന്ത് ചെയ്യും? അതിങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ഒപ്പിക്കും. സെറ്റാക്കൂ. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ സെറ്റാക്കുന്നത്. ഇതിപ്പോ എങ്ങനെ സെറ്റായത്? അതുപോലൊക്കെ തന്നെ. എന്നാ സെറ്റാക്കാം. പിന്നെ എപ്പോഴും ഞാൻ മാത്രം കയറിയ പോരാ, നീയും ചിലപ്പോ കയറണ്ട്.